നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആർ ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എഫ് ആർ ടു ആർ ജി ആർ ടു 0 to 4 എഫ് ഓഫ് എക്സ് തന്നിട്ട് ജി ഓഫ് എക്സ് തന്നിട്ട് എഫ് ഓഫ് ജി ഇൻവേഴ്സ് എക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് എഫ് ഓഫ് ജി ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇക്വൽ ടു 2 ചോദിക്കാം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇവിടെ ജി ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം എന്താണെന്ന് നോക്കാം. നമ്മളെ കയ്യിൽ എഫ് ഓഫ് ജി ഇൻവേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് എഴുതി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം ലോഗറിതം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ആണ്. ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ആണ്. ഓക്കെ, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ചോദിച്ചാൽ നമുക്കറിയാം ഇത് എഫ് ഡാഷ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ജി ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ജി ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല, കാരണം ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് എക്സ് ആണല്ലോ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ജി ഡാഷ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ജി ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഈ സാധനം ഇങ്ങനെയും മാറി. എങ്ങനെ? എഫ് ഡാഷ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ്, പിന്നെ ജി ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് ജി, അതായത് ജി ഡാഷ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ്, ജി ഡാഷ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ സാധനം കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് 2. ഇനി ജി ഇൻവേഴ്സ് ഓഫ് 2 കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് ഏത് പോയിന്റിലാണ് അത് വരണേന്നൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ജി ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞ സാധനം, അതായത് ജി ഓഫ് എക്സ് ഏത് വാല്യൂലാണ് 2 വരണേന്ന് നോക്കാം. ജി ഓഫ് എക്സ് ഏത് വാല്യൂലാണ് 2 വരണേന്ന് നോക്കാൻ വളരെ എളുപ്പമാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ജി ഓഫ് 0 ആണ് 2 വരുന്നത്, അഥവാ ജി ഇൻവേഴ്സ് ഓഫ് 2 ആണ് 0 വരുന്നത്. സോ ബേസിക്കലി നമ്മുടെ ചോദ്യം ഇങ്ങനെ മാറി, എഫ് ഡാഷ് ഓഫ് 0 ബൈ ജി ഡാഷ് ഓഫ് 0 ആയി മാറി. ഇതാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്, എഫ് ഡാഷ് ഓഫ് 0 ബൈ ജി ഡാഷ് ഓഫ് 0. ഇനി എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കാൻ വിഷമമൊന്നുമില്ല. ലോഗരിതം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4. പിന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ഉണ്ടാവും. ന്യൂമറേറ്ററിൽ 2x പ്ലസ് 2 ഉണ്ട്. എക്സിന് 0 കൊടുക്കുമ്പോൾ അത് ഹാഫ് എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 0. അതുപോലെ ജി ഓഫ് എക്സ് തന്നിരിക്കുന്നത് 4 ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x അല്ലേ. അപ്പം ജി ഡാഷ് എക്സ് എന്ന് പറഞ്ഞ സാധനം 4 മൈനസ് 4 ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു മൈനസ് 2. അപ്പോൾ ജി ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞ സാധനം മൈനസ് 4 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 0 ഇൻറ്റു മൈനസ് 2. അപ്പോൾ ഈ സാധനം 2 എന്ന് വരും, ഇതിൻ്റെ വാല്യൂ 2. അപ്പോൾ നമുക്കിനി ഇവാലുവേറ്റ് ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്തായി? ഹാഫ് ഡിവൈഡ് ബൈ 2 അഥവാ 1/4. 0.25 ആണ് ഇതിൻ്റെ വാല്യൂ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ.